साथियों दूर जाना है तो साथ चल साथियों दूर ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂട്ടിയിട്ട് ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. കാലത്ത് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. പിന്നെ എന്താ, തൃശ്ശൂർക്കാണ് ഞങ്ങൾ പോകുന്നത്. എവിടേക്കാണ് പോകുന്നത് ലാലു പറയും. മരോട്ടിച്ചാലാണ് പോകുന്നത്. പക്ഷെ വണ്ടി സെറ്റ് ആയിട്ടില്ല ഇതുവരെ. വണ്ടിക്ക് വേണ്ടി തണ്ടുന്നു. നമുക്ക് ആരാധൊരു ഹെൽമെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്റെ ഹെൽമെറ്റ് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാനുള്ള വണ്ടിയൊക്കെ സെറ്റായി, ഹെൽമെറ്റൊക്കെ സെറ്റായി. അതുവരെ പോണ്ടേ? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ സഞ്ജുവിനെ വെറുപ്പിച്ചില്ലാണ്ടാക്കി. ഞങ്ങളാണ് ഫ്രണ്ടിലുള്ളത്, ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എവിടെ എത്തി? ഞങ്ങളാണ് ഏറ്റവും ഫ്രണ്ടില്. വേറെ ബാക്കി എല്ലാവരും ബാക്കിലാണ്. ഞങ്ങളാണ് വണ്ടി ഓടിക്കറിയടാ. ഞങ്ങളെ ഫുൾ ടീമുണ്ട് ഗൈസ്. ഞങ്ങളാണ് ഫ്രണ്ടില് ഒരാളോ അതിവിദഗ്ധമായി പറ്റിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും വെട്ടിച്ച് എന്താ പറയാമെന്ന് ഒന്നുമില്ല, ഫോൺ ഓഫ് ചെയ്തു. ഗൈസ് അവനെ കാണിച്ച വീഡിയോ പറയാൻ മാക്കൂല്ല. അവരെന്നെ ഫുള്ള് ഹായ് പറയും. ഞങ്ങൾ ടോട്ടൽ 14 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി മിസ്സിംഗ് ആണ്, ബാക്കി എല്ലാ വണ്ടിയും സേഫാണ്. മറ്റേ ഞങ്ങൾ മുണ്ടൂരിന്ന് ലെഫ്റ്റ് എടുത്ത് വിയൂര് വഴിയാണ് തൃശ്ശൂർക്ക് വന്നത്. മറ്റേ ആ റോഡ് നല്ല ബ്ലോക്കാവെന്ന് വിചാരിച്ചിട്ട് അതിലൊന്ന് 2 പേര് അറിയാണ്ട്, 2 വണ്ടി അറിയാണ്ട് നേരെ തന്നെ പോന്നു. പിന്നെ എന്താ, ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ശരത്തിൻ്റെ മൺകാടൊക്കെ നാശമായി. ഏതോ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കയറ്റി വെച്ചു. ഗൈസ്, ഞങ്ങൾ 7 വണ്ടിയായിട്ട് വന്നതാണ്. ഇപ്പം 5 വണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൂ. ബാക്കി 2 വണ്ടി വഴിതെറ്റിപ്പോയി. വഴിതെറ്റി വേറെ വഴിക്ക് പോയി. ഇല്ലടാ, ഞാനുണ്ട്, എൻ്റെ സഞ്ജുവിൻ്റെ ഭാഗമാണെങ്കിൽ സഞ്ജുവിൻ്റെ നാളെ ഞങ്ങളുടെ വഴി തെറ്റി. അവരുടെ ഫണ്ടിലേക്ക് പോയിട്ട് അവരെ വെട്ടിച്ചിട്ട് അവരെ മോൻ കാണിച്ചു തരാം. ഓക്കെ ഗോൾഡ് ഇപ്പോൾ സഞ്ജുവിന് കാണിക്കേണ്ടതാണ് പറയുന്നത്. അയ്യോ ചെറിയൊരു മിസ്റ്റേക്ക് വഴിക്ക്. എടാ, ഞാൻ അവരോട് പറഞ്ഞ ബസ് അങ്ങോട്ട് തിരിഞ്ഞു എന്ന്, മഴോട്ട് ചാലിന് എഴുതിയ ബസ് അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞ അവരോട്. ഇല്ലടാ, മലയാളം എന്നോട് പറഞ്ഞു. അറിയോ ഞാൻ എപ്പോഴും പറഞ്ഞതാ. അല്ല പിന്നെ ആ ബസ്
ആൾക്കാരുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം ഞങ്ങളുടെ പട. ഇതെന്തറത്? ഇതാണ് ഞങ്ങളുടെ പട. പടേ ഇവിടെ നിർത്താ. അല്ല, ഞാനിപ്പോ ഇറങ്ങി. ഞാൻ ആദ്യം ഇറക്കാം. ഞാൻ ഇറങ്ങി ഞങ്ങളുടെ ഇറക്കൂ. വണ്ടി കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇറക്കാം. ഒരു അടിപൊളി ഇടി അടക്കണ വണ്ടി ബാക്കില് ഐഡി പറ്റി ലച്ചുന്റെ കാന്താരി ലച്ചു റൈഡർ ലച്ചു എന്നൊക്കെ ആക്കാൻ വന്ന് അത് ഊർത്താട്ടെ. അച്ഛൻ അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അവിടെ പോലീസ് പിടിക്കോ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എനിക്ക് വയറിലുണ്ടേ. അതിനെ പിടിച്ച ബ്ലോഗറാണ്ട് കയറിയ ഫൈൻ കിട്ടാണ്ട് നമ്മള് എങ്ങനെയാ അല്ല അവര് വില കൊണ്ട് പിടിച്ചില്ലേ? അവിടെ ലോഡ് കണക്കിന് കുഴപ്പമില്ല. അതൊക്കെ കിട്ടും. ഇതിന് വെപ്പൂല. കേസും വക്കാണോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലാ? നേരത്തില്ലേ അല്ല നമ്മളെ എനിക്ക് സിമ്മില്ലാന്ന് പറഞ്ഞ എന്റെ ആരെ മേടിച്ചു. ഗൈസ് ഞങ്ങൾ ശരിക്കും മുഞ്ചി. ഗൈസ് പറഞ്ഞ ഉടനെ ഞങ്ങളതിനെ പോലീസ് പിടിച്ചു. ഞങ്ങളതിനല്ല, പോലീസ് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് മാറി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആകെ കെട്ടിയിട്ടേക്കായിരുന്നു. പക്ഷെ അപ്പുറത്ത് കുറേ ഫാമിലിയും പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചാണ് ഞങ്ങൾ ആദ്യം കയറിയത്. പക്ഷേ അത് ഒരു നിരോധിത മേഖലയായിരുന്നു. അങ്ങനെ ഞങ്ങളെ പോലീസ് പിടിച്ചു, പണിഷ്മെൻറ്റ് തന്നു. സോ ഇനി നിങ്ങളാരും ഇതുപോലെ ഒന്നും ചെയ്യരുത്, ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ അപകടത്തിലാക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആലോചിച്ചിരിക്കുകയാണ്, ഇനി ഇത്ര ദൂരം വന്നതല്ലേ, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണോ അതോ വേറെ നല്ല സ്ഥലത്തേക്ക്, അത് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് പോകണോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അവിടെ കുറച്ച് മോശമാണ്, കുറച്ചധികം മോശമാണ് ഗൈസ്. അതിമനോഹരമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് മൂവ് ചെയ്ത്. ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ബീച്ച് ഡാമിലേക്ക് 4.5 കിലോമീറ്ററിനൊക്കെ എഴുതിയിട്ട് ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല അടിപൊളി സീനറി കിട്ടിയ കാരണം അവർ പറഞ്ഞു എന്താണ് ഫോട്ടോ എടുക്കാമെന്ന്. ഫോട്ടോ എടുക്കാനാണോന്ന് അറിയില്ല, എവിടേക്കാണെന്നോ ഒരു പിടിയില്ല. ചിലപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തും. ഗൈസ് ഞങ്ങളിതാ ഒരു കുന്ന് കാണുന്നുണ്ട്, നമ്മളെ വണ്ടി കയറ്റാൻ പറ്റാതെ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടെ ഏതോ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം കാണുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ നടക്കുകയാണ്.
എന്റെ യൂട്യൂബ് ചാനലിനെ കുറ്റം പറയുന്നവൻ. എന്റെ ഫാൻസ് ഇവിടെ വരൂ, കമന്റ് ചെയ്യൂ. കമന്റ് ബോക്സിൽ ആരാധന എഴുതിയിട്ട് 10 ലൈക്ക് വേണം കേട്ടല്ലോ. 10 ലവ്. കമന്റ് ബോക്സ് നിങ്ങളുടെ പവർ കാണിക്കൂ ഗേൾസ്. യെസ് ഗൈസ്. ആരാധന 10 കമന്റ് വന്നു കഴിഞ്ഞാൽ ഗോകുല് മീശ അടിക്കും. അദ്ദേഹം എന്തൊക്കെയോ പറയും, നമ്മളെന്താ മൃഗങ്ങളൊക്കെ വന്നാലോ? വരും വരും. എന്നെയും കൂടെ എടുക്കോ? മീശപ്പുലിമല. ഇതേതോ മീശോന്ന് മേടിച്ച മല ഏതോന്നു. ചേട്ടന് കുറച്ച് സൗണ്ട് ഒക്കെ സൗണ്ട്. അമൃതിമൂത്രക്ക് ഇവിടെ വെള്ളച്ചാടുണ്ട്. വെള്ളം പിടിച്ചു കാട് കാട് ഇത് കൂടെ കയറിയാലോ? എടാ അതിന് മോളിൽ കയറി കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം കാണുന്ന പറയണേ. പട്ടിയുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞതാ അങ്ങോട്ട് കയറാന്ന്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേര് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇത്ര പേര് ഒറ്റപ്പെട്ടു പോയി. ബാക്കി 2 പേര് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ വഴി കൂടെ ഒരു പോയിന്ന്. Come on guys. മെമ്മറി ആയിട്ട് തന്നെ இருந்தா മതി, പിന്നെ ഓർമ്മിപ്പിക്കരുത്. വരുന്നടാ ഗൈസ്, ഈ സഞ്ജു കാരണം ഞങ്ങൾ തിരിച്ചു ഓടി. സഞ്ജു ഞങ്ങളെ ഇട്ട് ഓടിപ്പിക്കുക. ആരുടെ ഫോണ്? എല്ലാരും വിളിച്ചോ? ഞങ്ങൾ കുറേ വട്ടം ഞങ്ങൾ ആദ്യം നടന്നു. പിന്നെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അപകട സാധ്യത. പിന്നെ സഞ്ജു നമ്മളെന്നെ തിരിച്ചു ഓടിപ്പിച്ചു. പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും മൂടി പോയി അങ്ങോട്ട് തിരിച്ച് നടന്നു. ഇപ്പോൾ അമർത്തേനെ അതിനും വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിതവിടെ കയറി നിൽക്കണ്ടേ, നിങ്ങൾ അങ്ങോട്ട് വായുന്നു. അപ്പോൾ ഞാൻ ശരത്തും അവരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. അവർ വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അതെ, നിന്റെ പേരെന്താ? ശരത്ത്. ശരത്തിൻ്റെ ഫോണ് പാട്ട് വൈബ്. ഈ കാടിനപ്പുറത്ത് അതിവിശാലമായ മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. സ്ഥലത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കും. സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളോട് ചോദിക്കരുത്, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ 2 പേരും സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. മണാലി ഇവിടെ ആരാണോ മരം കൊണ്ടു വെച്ച് മണാലി? വയ്യാണ്ടായി, ക്ഷീണിച്ചു. ഫുഡ് ഒന്നും കൈ പിടിച്ചിട്ടില്ല. ഞങ്ങൾ പച്ചല നിന്ന് ജീവിക്കും. പച്ചല അവൻ തിന്നു, ഞാൻ നോക്കി നിൽക്കും. 2 കാട്ടുവാസികളോട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവരാണ് ഗൈസ്.
ഇവരാണ് guys. ഗൈസ് ഞങ്ങൾക്ക് വഴി പറഞ്ഞത് ഇവർ രണ്ടുപേരാണ്. ഇവരെ ഇവിടെ വന്നപ്പോ കിട്ടിയ 2 കാട്ടുവാസികളാണ്. പക്ഷെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആദ്യം ഞങ്ങളെ വഴി തെറ്റിച്ചത് ഇവർ തന്നെയാണ്. അതെ, അവരവരെ വഴിക്ക് പോയി. ഇവരെ പറ്റി ഇവര് തീ കത്തിച്ച് ഇവിടുത്തെ മായം കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിട്ട് ഭക്ഷിച്ചാണ് ഇവര് ജീവിക്കുന്നത്. അതെ എടാ, ഞങ്ങൾ ആദ്യം ഇറങ്ങി. അപ്പോൾ സഞ്ജു പറഞ്ഞു ആ പോലീസുകാരൻ്റെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പിച്ച് തിരിച്ചു. സഞ്ജു ശ്രീഷ്മ ആദ്യം പറഞ്ഞു അവർ ഇതേ കൂടെ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ ഇതേ കൂടെ ഇറങ്ങി. അപ്പൊ അവൾ താത്തി കെട്ടിയപ്പോ എല്ലാവർക്കും മൂട് പോയി. നമുക്ക് ഇറങ്ങുന്നിട്ട് നമുക്ക് വീഡിയോ വിളിക്കാം. ഞങ്ങൾ ഇറങ്ങിയതായിരുന്നുണ്ടാ, ഇഷ്ടപ്പെട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വഴി കാണിച്ചാൽ 2 കാട്ടുവാസികളൊക്കെ പറയണ്ടായി. ഒരു പ്രത്യേക ഭാഷയിലാണ് ഇവര് വർത്താനം പറയുന്നത്. അതിന്റെ പേരെന്താ? കൊച്ചമാക്കോ എന്നാണ് അതിന്റെ പേര്. എടാ, സഞ്ചാര സാഹിത്യത്തിനൊരു ടൂൺ ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കുന്നത് എന്താണ്? കുളമോമെന്ന് പറഞ്ഞ പ്രത്യേക ഇനം ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത്. പക്ഷെ ഇവർ കുറച്ച് കാട്ടുവാസികൾ ആൻസികൾ കൂടി 14 പേരുണ്ടായിരുന്നാലും ഞങ്ങൾ 4 പേരായി അല്ലേ? അതെ, ഞങ്ങൾ 14 പേരിൽ ഈ 2 കാട്ടുവാസികളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എവിടെയും പിടിക്കാൻ പറ്റില്ല, എല്ലായിടത്തും ഉള്ളാണ്. ഇവരാണെങ്കിൽ ആധുനിക ജീവിതത്തിലൊന്നും ഇവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവരെപ്പോഴും. പക്ഷെ ശരത്ത് പറയണ പോലെ ഇവർക്ക് ആധുനിക ജീവിതത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. റിപ്പോർട്ടർ ശരത്തിനോടൊപ്പം ക്യാമറമാൻ ആരാധന. പ്രത്യേക തവളകളുണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. ശരത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങോട്ട് തിരിഞ്ഞെന്നാ ഫുള്ള് തിരിഞ്ഞേക്കും. ഇത്തിരി റിസ്ക് പിടിച്ച വഴിയാണ്, എന്നാലും നമ്മള് കഷ്ടിച്ച് പോകുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, കയ്യങ്ങാലൊടിയായിരിക്കും. നമുക്ക് വഴി കാണിച്ചാൽ കാട്ടുവാസികളെ കാണാണ്ടായിട്ടുണ്ട്. ഇത്തിരി വേഗം നടക്കണം. ഞാൻ സ്ലിപ്പാൻ ചാൻസ് ഉണ്ട് കഴിച്ച്, എന്നാലും കുഴപ്പമില്ല. എന്നാലും അതിസാഹസികമായിട്ടാണ് ശരത്ത് അപ്പുറത്തേക്ക് ചാടിക്കടന്നത്. ഇനി ആർക്കും ചാടിക്കടന്നു നമുക്കറിയില്ല. സഞ്ജുവിനി എന്താ റിപ്പോർട്ടർമാർ നല്ലൊരു പാറക്കെട്ട് കാണാനുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ തെക്കേ ഭാഗമാണ് ഇതിനറിയപ്പെടുന്നത്. അങ്ങനെ തള്ളി ഞാൻ ശരത്ത് സ്ഥലത്തേക്ക് എത്തി. മറ്റേ 2 പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പിറങ്ങിയത്. പക്ഷെ ഇവറ്റങ്ങള് നമ്മളെ കൂട്ടാണ്ടിറങ്ങിയത്. ഇവരാണ് വഴി കണ്ടുപിടിക്കുക. നോക്കിയാണെന്ന് കഴിച്ചില്ലെങ്കിൽ അതെ ഗൈസ്, ഇനി അപ്പുറത്തേക്ക് കടന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പക്ഷേ ഞാൻ ഫോൺ കൈ പിടിച്ച് നടന്നാൽ എന്തായാലും ഞാൻ എവിടെയൊക്കെ എത്തും. അത് കാരണം ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ ഭാഗം കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഭയങ്കര ഫോട്ടോ എടുത്തു. ഗൈസ് ഇവിടെ ആടുകുട്ടികളൊക്കെ ഉണ്ട്. അതിനും പിക്ചർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നീ ബാൻഡ് അയക്കണ്ട. ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരൊക്കെ എത്തി. ദാസൻ, അതിൻ, പിക്സ്റ്റൻ,
ലാലു ചാടി, ലാലു പറയാണ്ട് ചാടി. ആഷിക്ക് നമ്മുടെ ശരത്ത് പ്രകാശം വന്നിട്ടുണ്ട്. അവിടെ അസാസിനിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗേൾസ് ടീമിനെ കാണാനില്ല. ഇവിടെ ബോയ്സിന്റെ കുളിസിനെ ഇത് കാരണം ഒന്നുണ്ട്, അവരിങ്ങോട്ട് വരുന്നില്ല ഒന്നുണ്ട്. താങ്ക് യു. സഞ്ചാര സാഹിത്യം വരുന്നില്ലേ? എടാ ശരത്ത് ലണ്ടൻ വരെ പോയിട്ട് വരാത്ര. അങ്ങനെ ഞങ്ങൾ വന്നു. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. കുറേ ഫോട്ടോസ് എടുത്തു. സ്ഥലം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അവർ വെള്ളത്തേക്ക് ഇറങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങി. അതിൻ്റെ ഇടയിൽ തിരിച്ച് കയറുന്ന സമയത്ത് ലാലൊന്ന് ചെറുതായിട്ട് വീണു. അങ്ങനെ ഞങ്ങൾ കേച്ചേരി എത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സഞ്ജുമായി 2 സോഡ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹംദിയിൽ കയറി മന്തി കഴിച്ചു, ഇറങ്ങി. എന്നിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി.